ഹായ്, നമസ്തേ. നമ്മളും ഈ പ്രകൃതിയായിട്ട് എത്രമാത്രം ബന്ധമുണ്ടെന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം. പക്ഷേ ആ അറിവ് കുറേ കൂടി നന്നായിട്ട് മനസ്സിലാക്കുന്ന ഇല്ല അതുമാത്രം ചിന്തിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് ഉടലെടുക്കുന്നത് പ്രകൃതി രമണീയമായ ഇടങ്ങളിൽ ഇരിക്കുന്ന നിമിഷങ്ങളിലായിരിക്കും. എൻ്റെ തലയ്ക്ക് മുകളിൽ നിങ്ങൾ കാണുന്നത് നമ്മളെപ്പോലുള്ള മറ്റൊരു ജീവിയുടെ ജീവജാലത്തിൻ്റെ തലയാണ്. ആൽമരത്തിൻ്റെ തലച്ചോറിൽ നിന്നും സിരകളായി താഴേക്ക് ഇറങ്ങുന്ന ഞരമ്പുകൾ പോലെയാണ് ഈ ആൽമരത്തിൻ്റെ ശിരസിൽ നിന്നും അതിൻ്റെ മസ്തിഷ്കത്തിൽ നിന്നും താഴേക്ക് വേരുകൾ പോലെ അതിൻ്റെ ഞരമ്പുകൾ മണ്ണിലേക്ക് ഒന്ന് തൊടാനായിട്ട് വെമ്പി ഇറങ്ങി നിൽക്കുന്നത്. മണ്ണിൻ്റെ കുളിരും മരത്തിൻ്റെ തണലും അത് നമ്മളിരിക്കുന്ന ഇടങ്ങളിൽ കിട്ടിയ നമ്മളും അതീവ സന്തുഷ്ടരായി മാറുന്നതായിരിക്കും. ആ ആൽമരം ഒന്ന് കണ്ടാലോ. എന്തു ഭംഗിയാണെന്നറിയാമോ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഇടം. പക്ഷേ ഈ ഇടത്തിൻ്റെ പല ഭംഗിയും കെടുത്തുന്ന വിധത്തിലുള്ള സാമൂഹിക അനാചാരങ്ങളുടെ ദുർനടപ്പിൻ്റെ ഒരു ലക്ഷണങ്ങളും ഈ മണ്ണിൽ വ്യാപകമാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് മരത്തിൻ്റെ ആ വന്യതയിലേക്ക് നിഗൂഢതയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും ആ നിഗൂഢതകൾ നിറയെ മറ്റു പല വസ്തുക്കളുടെയും അവശിഷ്ടങ്ങൾ, നിക്ഷേപങ്ങൾ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ മരത്തിൻ്റെ തണലിൽ ഉച്ചയ്ക്ക് ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്ന കവറുകളും പേപ്പറുകളും ഈ മരത്തിൻ്റെ വന്യതയിൽ അതിനുള്ളിലേക്ക് കടന്നു ചെന്ന് ലഹരി നുണയുന്ന ആളുകൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന വസ്തുക്കളും കൊണ്ട് നിറഞ്ഞ ഒരിടമായി മാറിയിരിക്കുകയാണ് ഇന്ന് ഞാൻ ഈ ഇരിക്കുന്ന ഇടം. വളരെ ഭംഗിയിൽ തറ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഏരിയ. ഈ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് സാംസ്കാരികമായിട്ടുള്ള ചടങ്ങുകൾ നടത്താൻ പറ്റിയ ഒരു ഏരിയ നമ്മുടെ ആശ്രാമം ഗ്രൗണ്ടിൻ്റെ ഒരു വശത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. വളരെ ഭംഗിയാണ്, വളരെ രസകരമാണ്. ഈ മറ്റ് അശുദ്ധമായ വസ്തുക്കളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാതിരുന്നാൽ ഇവിടം ശാന്തം സുന്ദരമാണ്. നന്ദി, നമസ്കാരം.